ഞാൻ ബിജോയ്സ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ട് തന്നെ പൊതുവെ അത്ര വലിയ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. പക്ഷേ ഉള്ള കാര്യങ്ങൾ നമ്മൾ വേണ്ടത് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യ പ്രൊട്ടസ്റ്റ് ചൈനാസ് ന്യൂ കൗണ്ടീസ് ഇൻ ലഡാക്ക് എന്ന് പറയുന്ന ന്യൂസ്. ഇറ്റ് ഈസ് എ വെരി സിഗ്നിഫിക്കന്റ് ന്യൂസ് ഫോർ India because you all know that India is having many problems with China in the boundary, especially in the Ladakh area. Recently only India solved some of them through talks between India's Prime Minister Narendra Modi and Chinese President Xi Jinping in the BRICS summit held during this, I think November-December. And after that, National Security Advisor of India Ajit Doval traveled to Beijing to meet with Chinese Foreign Minister പേരെന്തായിരുന്നു, വാങ്ങി. അപ്പൊ അതിലും കുറച്ച് ഡിസ്കഷൻസ് നടന്നു. അപ്പം സം പോസിറ്റീവ് മൊമെന്റം ഹാപ്പൻഡ് ഇൻ ദ ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 2 months because of the de-escalation happened in the boundary areas and also ചില ഗുഡ് വിൽ മെഷേഴ്സ് ഒക്കെ രണ്ട് സൈഡിൽ നിന്ന് ഉണ്ടായതുകൊണ്ട്. പക്ഷെ അതെല്ലാത്തിനെയും തകിടം മറിക്കുന്ന സമീപനമാണ് എഗെയിൻ ചൈന ഇപ്പൊ എടുത്തിരിക്കുന്നത്. ചൈന ലഡാക്കിലെ ചില പ്രദേശങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൗണ്ടീസ് ഫോം ചെയ്തിരിക്കുകയാണ്. കൗണ്ടീസ് എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മളെ ഇംഗ്ലണ്ടിലൊക്കെ കൗണ്ടി ക്രിക്കറ്റ് എന്നായി കേട്ടു. അതൊരു കൗണ്ടികൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശങ്ങളാണ്. അപ്പം അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഉണ്ടാക്കുന്ന ഈസിനെസ്സിന് ഉണ്ടാക്കുന്ന പ്രദേശങ്ങളാണ് ഈ കൗണ്ടീസ്. അപ്പൊ ഇതില് ഈ അക്സൈച്ചിൻ എന്ന് പറയുന്ന സ്ഥലം, അക്സൈച്ചിൻ ഓൾറെഡി അക്സൈച്ചിൻ ഈസ് എ ഡിസ്പ്യൂട്ടഡ് പ്ലേസ്. ഇറ്റ് ഈസ് വിത്ത് ചൈന ഇന്ത്യ വാർ ഒരു തവണ നടത്തണമെന്ന് നമുക്കറിയാം. ആ സമയത്ത് ചൈന കുറച്ച് പ്രദേശങ്ങൾ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത് അതിലൊന്ന് അക്സായ് ചിഹ്നം ഉണ്ട്. അപ്പൊ അക്സായ് ചിഹ്നം ഈസ് ആസ് പെർ ദ ഒഫീഷ്യൽ സ്റ്റാൻഡ് ഓഫ് ഇന്ത്യ ദാറ്റ് വാസ് ഇല്ലീഗലി ഓക്യുപ്പൈഡ് ബൈ ചൈന. അക്സായ് ചിഹ്നം ഈസ് എ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആസ് പെർ ദ ഒഫീഷ്യൽ സ്റ്റാൻഡ് ഓഫ് ഇന്ത്യ. ആ അക്സായ് ചിഹ്നം ലഡാക്കിലെ ചില പ്രദേശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചൈനയുടെ സിൻജിയാങ് പ്രോവിൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കൗണ്ടി ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ത്യ സ്ട്രോങ്ലി പ്രൊട്ടസ്റ്റ് ചെയ്യുമല്ലോ. എന്താ കാര്യം സ്ട്രോങ് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് നമ്മളെപ്പോഴും ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ചൈന ആസ് പെർ ദ മാപ്പ് ഓഫ് ഇന്ത്യ. പക്ഷേ ഡെക്കേഡ്സ് ടുഗദറായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തായാലും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ഫ്രണ്ട് പേജ് ന്യൂസ് ആയിട്ടുണ്ട്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സോ ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് ഈസ് നെവർ ഗോയിങ് ടു ബി ഈസി ആൻഡ് normalization process between India and China is also very difficult because of the actions of Chinese side, not because of India. India is not creating any kind of irritants between the China-India relationship, but China is only creating new problems between these two countries because of actions like this. Okay. പിന്നെ ന്യൂ ഡ്രാഫ്റ്റ് പോളിസീസ് വേഴ്സ് ദാൻ 3 റിപ്പീൽഡ് ഫാം ലോസ് എന്ന് പറയുന്ന സംഭവം. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2-3 ഫാം ലോസ് മോദി ഗവൺമെന്റ് 2020 കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് പ്രൊട്ടസ്റ്റ് ബൈ ദ ഫാമേഴ്സ് ഗ്രൂപ്സ്. ദാറ്റ് 3 laws introduced by the Modi government were abolished after that. So those 3 farm laws are not there now. അപ്പൊ ആ 3 ഫാം ലോസും ഇപ്പൊ ഇല്ല. പക്ഷേ ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ NPFAM എന്നൊരു സംഭവം കൊണ്ടത്. NPFAM അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടൊന്നുമില്ല, പബ്ലിക് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അത് ഡ്രാഫ്റ്റ് പുറത്തേക്ക്. NPFAM അതിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക, നാഷണൽ പോളിസി ഫ്രെയിംവർക്ക് ഓൺ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. നാഷണൽ പോളിസി ഫ്രെയിംവർക്ക് ഓൺ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, NPFAM. ഈ NPFAMിലെ പ്രൊവിഷൻസ് ഈസ് worse than the provisions of already repealed farm laws എന്നാണ് ഫാമേഴ്സിന്റെ യൂണിയൻസ് പറയുന്നത്. അപ്പോൾ they are going to start agitation against these NPFAM initiatives. അപ്പോൾ NPFAM എന്നൊരു സംഭവം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്, നാഷണൽ പോളിസി ഫ്രെയിംവർക്ക് ഓൺ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അപ്പൊ പഴയ റിപ്പീൽ ചെയ്യപ്പെട്ട ഫാം ലോസിലുള്ളതിനേക്കാൾ റിഗ്രസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പുതിയ അതിലുള്ളതെന്ന് ഫാമർ ലീഡേഴ്സ് പറയുന്നു. ഓക്കെ, പിന്നെ ഇത് പൊളിറ്റിക്സ് ആണ്, അത് വേണ്ട. താഴോട്ട് വരുമ്പം ഇത് നമ്മൾ പലതവണ പറഞ്ഞു. പ്രൊട്ടസ്റ്റ് എറപ്റ്റ് ഇൻ പിതാംപൂർ ഓവർ അറൈവൽ ഓഫ് ഭോപ്പാൽ വേസ്റ്റ്. വാട്ട് ഈസ് ഭോപ്പാൽ വേസ്റ്റ്? The waste from the industrial tragedy occurred in the Union Carbide factory in Bhopal in 1984. Now it is 2025, almost 41 years have gone. But now only the industrial waste from that Union Carbide factory after the
tragedy happened in 1984 is removing, that is actually transporting to Pithampur for recycling. പക്ഷെ പിതാംപൂരിലും തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി ആയിട്ടുള്ള ഇൻഡോറിലെയും ഒക്കെ ആൾക്കാര് ഈസ് പ്രൊട്ടസ്റ്റിംഗ് അഗൈൻസ്റ്റ് ദിസ് മൂവ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഫ്രം യൂണിയൻ കാർബൈഡ് ഫാക്ടറി ഇൻ ഭോപ്പാൽ ടു പിതാംപൂർ. അതാണ് ഈ ന്യൂസ്, അതിൽ വേറൊന്നും പറയാനില്ല. Union Health Ministry monitors HMPV outbreak in China. Ashwa's situation is not worrisome yet എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് നിങ്ങളൊക്കെ വായിച്ച് കാണും. ഈ ആൾക്കാരുടെ പാനിക് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ന്യൂസ് മീഡിയാസ് ഒക്കെ ഇത്തരത്തിലുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് നടത്താൻ പാടില്ല. പക്ഷേ സ്റ്റിൽ ഇന്നലെയൊക്കെ ന്യൂ കോവിഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ന്യൂ കൈൻഡ് ഓഫ് ന്യൂ COVID-like situation is going to happen in the world immediately because ചൈനയിൽ ഈ പറഞ്ഞ HMPV എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് HMPV എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ദാറ്റ് ഈസ് HMPV, ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. ഇത് റെസ്പിറേറ്ററി ഡിസീസ് ആണ് ഉണ്ടാക്കുന്ന, ന്യൂമോണിയം ബ്രോങ്കൈറ്റിസും ഒക്കെ ഉണ്ടാക്കും, ഷോർട്ട് ബ്രീത്ത് വരും, ശ്വാസം മുട്ടി, അതിന്റെ ഒരു സിവിയറിറ്റിയിൽ ചിലപ്പോൾ മരിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഇത് ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചൈനയിൽ കുറെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വേൾഡിൽ തന്നെ ചില രാജ്യങ്ങളിലൊക്കെ ഓൾറെഡി പണ്ടൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതിന്റെ എണ്ണം ചൈനയിൽ കൂടുമ്പോൾ അത് ഇന്ത്യയിൽ ഉൾപ്പെടെ അതിന്റെ ഒരു പബ്ലിക് കൺസേൺ ക്രിയേറ്റ് ചെയ്യുന്നു. മീഡിയ അത് കുറച്ചുകൂടെ ഒന്ന് ഹൈപ്പ് ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. പക്ഷേ ഇന്ത്യയുടെ മിനിസ്ട്രി പറഞ്ഞേക്കുന്നത്, ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്ട്രി പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്ട്രിയുടെ താഴെയുള്ള ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ഒക്കെ പറഞ്ഞേക്കുന്നത്, there is no reason to worry. It is like any breathing disease, അല്ലെ ബ്രീത്തിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് എനി റെസ്പിറേറ്ററി ഡിസീസസ് പലതരത്തിലുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒരു ഡിസീസാണ്. അതിനപ്പുറത്തേക്ക് ഇത് വറി ചെയ്യാനൊന്നുമില്ല. ഇത് വിന്റർ ടൈമിലൊക്കെ ഓൾറെഡി ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഹോസ്പിറ്റൽസ് ആർ വെൽ എക്വിപ്ഡ് ടു ഫൈറ്റ് സച്ച് കൈൻഡ് ഓഫ് ഔട്ട് ബ്രേക്ക് ഈവൻ ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഇൻ ഇന്ത്യ ഓൾസോ എന്നാണ് ഹെൽത്ത് മിനിസ്ട്രിയുടെ താഴെയുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് പറയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യണ്ട എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഒഡീഷയുടെ ചീഫ് മിനിസ്റ്ററിന്റെ ഒരു ഫോട്ടോ കാണാം. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ മോഹൻ മജിയാണ്. മോഹൻ മജി, MAJHI, മോഹൻ മജി. പിന്നെ ഈ പേജിൽ വേറെ ന്യൂസ് നമുക്ക് വേണ്ട. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ദേവേന്ദ്ര ഫട്നാവിസ്, മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്ററുടെ പേരോടെ കാണാം, ദേവേന്ദ്ര ഫട്നാവിസ്. പിന്നെ ഡൽഹി സ്കൂൾസ് ഫെയർ മച്ച് ബെറ്റർ ഇൻ ഡിജിറ്റലൈസേഷൻ ദാൻ നാഷണൽ ആവറേജ് ഷോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഡേറ്റ. യെസ്റ്റർഡേ ഓൾസോ ഐ സ്പോക്ക് ഇൻ ഡീറ്റെയിൽ അബൌട്ട് സം ഡേറ്റ റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ റിലീസ്ഡ് ബൈ UDISC. What is UDISC? Unified District Information System for Education. Unified District Information System for Education, UDISC, which comes under Education Ministry of Union Government. They are releasing various data related to education standards of various schools of India. And yesterday also I spoke about the infrastructural problems facing schools, especially government schools all over India. Water problem, water scarcity, toilet scarcity, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ടോയ്ലറ്റ്സ്, പിന്നെ പവറിന്റെ അഭാവം, ഇതൊക്കെയാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നിപ്പോൾ ഡിജിറ്റലൈസേഷനെ കുറിച്ചാണ്. ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വന്നാൽ ഹൗ ബെറ്റർ ദ സ്കൂൾസ് ആർ equipped to deal such kind of a situation if a pandemic happen in the immediate future. അപ്പോൾ അത്തരത്തിലൊരു ഇതുണ്ടാവുന്നു. നമുക്ക് ഓൺലൈൻ മോഡ് ഓഫ് എഡ്യൂക്കേഷനിൽ പോയിന്റ് വന്നാൽ എത്രത്തോളമാണ് ഓരോ സ്റ്റേറ്റും എക്വിപ്ഡ് ആയിട്ടുള്ളതെന്ന. ഡൽഹിയാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് എക്വിപ്ഡ് ആയിട്ടുള്ളത്. ഡൽഹിയിൽ 99.1% സ്കൂൾസും ഡിജിറ്റൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ എക്വിപ്ഡ് ആണ്. മറ്റ് ഒരു സ്റ്റേറ്റും അത്രയും എക്വിപ്ഡ് അല്ല. ഏറ്റവും മോശം ബീഹാറും അതുപോലെ ആസാമും ഒക്കെയാണ്. ആസാമാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. വെറും 12.8% സ്കൂളുകളിൽ ഈ പറഞ്ഞ സിസ്റ്റം ഉള്ളൂ. ബീഹാർ 13.3% ഒക്കെ. അപ്പൊ ആസാമും ബീഹാറാണ് ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ഇൻ ഡിജിറ്റലൈസേഷൻ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. ബട്ട്
ഡൽഹി ഈസ് ദ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്, അല്ല യൂണിയൻ ടെറിട്ടറി ആണ്, ബട്ട് സ്റ്റിൽ അതിന് ഒരു സ്റ്റേറ്റിന്റെ കൂട്ടത്തിൽ കൂട്ടിയേക്കുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ വേറെ എന്താ അവിടെ ഒന്നും പറയാമല്ലോ. ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോ നെക്സ്റ്റ് പേജിലൊന്നും നമുക്ക് ജസ്റ്റ് അല്ലല്ല വേറെ ഒന്നും പറയാനില്ല. ഇനി നമുക്ക് എഡിറ്റോറിയൽ പേജിലേക്ക് പോവാം. ഫസ്റ്റ് എഡിറ്റോറിയൽ ഈസ് റിഗാർഡിംഗ് ലൂസിംഗ് മൊമെന്റം എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇറ്റ് ഈസ് റിഗാർഡിംഗ് ദ എക്കണോമിക് സിറ്റുവേഷൻ, വേരിയസ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇന്ത്യ. അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിഷയമുള്ള കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ അകത്ത്. ഒന്ന്, ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 5.4% ആയിട്ട് Q2 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2024-25 കുറഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാം. 4 ക്വാർട്ടേഴ്സ് ആണല്ലോ ഒരു ഫിനാൻഷ്യൽ ഇയർ. അതിൽ Q1 6 ആയിരുന്നു, Q2 5.4% ആയിട്ട് കുറഞ്ഞു. പക്ഷെ ഇത് സൈക്ലിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദർ ഈസ് നത്തിങ് ടു വറി എന്നാണ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ തന്ന അഷുറൻസ്. പക്ഷേ അങ്ങനെയല്ല, ചില പ്രോബ്ലംസ് ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഡേറ്റകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ എഡിറ്റോറിയലിന്റെ അകത്ത് പറയുന്നത്. അവര് മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ 2-3 വന്നിട്ടുണ്ട്. ഒന്ന് IIP അല്ല, കോർ സെക്ടർ. ഞാൻ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്യാണ്. കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് റേറ്റ്. ഇന്ത്യയുടെ ടോട്ടൽ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ 40% കോൺട്രിബ്യൂഷൻ വരുന്നത് കോർ സെക്ടറിൽ നിന്നാണ്. കോർ സെക്ടേഴ്സ്, അത് 8 സെക്ടേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, natural gas, fertilizers and refinery products. These 8 sectors are known as core sectors. That core sectors are giving 40% contribution of total industrial output of India. 40% contribution to the total industrial output of India. So it is a very crucial sector, this core sector എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർ സെക്ടറിന്റെ പെർഫോമൻസ് ഇപ്പോ അത്ര നല്ലതല്ലായിരുന്നു. അതിന്റെ എത്ര പെർസെന്റേജ് ആണ് ഗ്രോ ചെയ്തതെന്ന് പഠിക്കണ്ട എന്ന് കരുതി അങ്ങനെ വളരെ മോശമൊന്നുമല്ലായിരുന്നു. ഓൾമോസ്റ്റ് 4% ഗ്രോ ചെയ്തു കോർ സെക്ടർ ഇൻഡസ്ട്രീസ്. അത് കഴിഞ്ഞ 3-4 മാസത്തെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അതും ഇവിടെ പറയുന്നുണ്ട് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ. പിന്നീട് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്, ദാറ്റ് ഐ ഡിസ്കസ്ഡ് യെസ്റ്റർഡേ ഐ തിങ്ക്. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഈസ് അനദർ ഇൻഡിക്കേറ്റർ ഓഫ് പെർഫോമൻസ് ഓഫ് industrial sector of India. But purchasing managers index is not a government index, it is a private index. HSBC is preparing purchasing managers index. That purchasing managers index is also another indicator of industrial performance of India. That indicator is also not so promising in the month of December. December data ആണ് ഇപ്പൊ വരുന്നത്. അപ്പോ it was around 56%. 56% means any reading above 50 is industrial expansion. Any reading 56% അല്ല, 56 എന്ന് പറഞ്ഞാൽ മതി. Any reading above 50 is industrial expansion. പക്ഷേ it was around 58-59 during the beginning of this financial year. Now even if it is industrial expansion, because it is showing if reading above 50, so it is industrial expansion, but as compared to the previous months the expansion is less. മുമ്പ് 58 ഒക്കെ ഉണ്ട്, ഇപ്പൊ 56 ഒക്കെ ഉള്ളൂ. അപ്പോ ഈ പറഞ്ഞ PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ഡേറ്റയും അത്ര പ്രോമിസിംഗ് അല്ല. പിന്നെ ഏറ്റവും വലിയൊരു ഇതായിട്ട് അവർ കൺസേൺ ആയിട്ട് പറഞ്ഞേക്കുന്നത് സെക്കൻഡ് പാരഗ്രാഫ് ഓഫ് എഡിറ്റോറിയലില് GST യെ കുറിച്ചാണ്. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കളക്ഷൻ. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കളക്ഷൻ ഈസ് 1.77 lakh crores during the month of December. അപ്പൊ അപ്പോഴും അത് വലിയൊരു ഫിഗർ ആണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 7.3% ഗ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്തേക്കുന്ന 11% ഗ്രോത്ത് ആണ് ഈ വർഷം GST. ആസ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ അവർ GST കളക്ഷൻ ഷുഡ് ഇൻക്രീസ് 11%. ദാറ്റ് ഈസ് ദ ടാർഗറ്റ് സെറ്റ് ബൈ ദ ഫിനാൻസ് മിനിസ്ട്രി ഇൻ ദ ബഡ്ജറ്റ് 2024-25. So but during the last 5 to 6 months this GST collection growth is always single digit growth only. So only 3 to 4 months are remaining in this financial year. So how the government is going to achieve 11% growth in GST collection as per proposed in the budget, as budgeted? അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ പോണില്ല. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് there are some problems. This is not a cyclical issue. There are some not so serious, but some problems are there inside the economy that
needs to be find out, and our finance ministry, Reserve Bank of India, etc., like stakeholders should find some solutions if there are some problems. But there are some problems, അത് കണ്ടെത്തിയിട്ട് സൊല്യൂഷൻസ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കണം എന്നാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ പറയുന്നത്. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ, ദാറ്റ് ഈസ് ഓൾസോ എ സിമ്പിൾ എഡിറ്റോറിയൽ ഓൺലി. വാട്ടർ കുറിച്ചാണ്, നമ്മളെ വാട്ടർ ക്വാളിറ്റിയെ കുറിച്ചുള്ള ഒരു എഡിറ്റോറിയലാണ്. അത് ഞാൻ ഇന്നലെ അതിന്റെ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഹിന്ദുവിൽ നോക്കി ഞാൻ പറഞ്ഞിരുന്നു. CGWB എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഇന്ത്യയിലുണ്ട്. CGWB ആ ഓർഗനൈസേഷനാണ് ആ ഡേറ്റ പുറത്തുവിട്ടിരിക്കുന്നത്. CGWB മീൻസ് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ്. വാട്ട് ഈസ് CGWB? സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് ഇപ്പോ അവരുടെ ആനുവൽ അസസ്മെന്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ റിലീസ് ചെയ്തു. ആനുവൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നടക്കുന്നത്. ആ ഗ്രൗണ്ട് വാട്ടർ, നമ്മളുടെ ഭൂഗർഭ ജലത്തിന്റെ ക്വാളിറ്റി അവർ മെഷർ ചെയ്തപ്പോ ഇന്ത്യയില് 440 ഡിസ്ട്രിക്ട്സിലെ വാട്ടറിലും നൈട്രേറ്റിന്റെ ലെവല് റൈസ് ചെയ്തു. അല്ലെങ്കിൽ എക്സസീവ് നൈട്രേറ്റ് ഉണ്ട്, നല്ലതല്ല എക്സസീവ് നൈട്രേറ്റ് ഉള്ളത്. അപ്പൊ ഗ്രൗണ്ട് വാട്ടറിൽ നൈട്രേറ്റിന്റെ എക്സസീവ് നൈട്രേറ്റിന്റെ പെർമിസിബിൾ ലെവലിനെക്കാളും മുകളിലുള്ള പ്രസൻസ് പ്രീവിയസ്ലി it was in 359 districts. The groundwater level was contaminated with excessive nitrate, but in 2023 440 districts showed this kind of alarming increase in the nitrate level. അപ്പോൾ അതിന്റെ അർത്ഥം ഇന്ത്യയിൽ മൊത്തം 779 ഡിസ്ട്രിക്ട്സ് ആണുള്ളത്, 779 ഡിസ്ട്രിക്ട്സ്. അതിൽ മോർ ദാൻ 50% ഡിസ്ട്രിക്റ്റിലും നൈട്രേറ്റ് എക്സസ് ലെവലിലുണ്ടെന്നാണ്. അപ്പൊ ഇത് നമ്മളുടെ ബ്ലഡില് എനിക്ക് തോന്നുന്നു ഓക്സിജൻ, റെഡ് ബ്ലഡ് സെൽസിന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയ്ക്കാൻ സാധ്യത ഉണ്ട്. ഇത്തരത്തില് ഈ പറഞ്ഞ എക്സസ് നൈട്രേറ്റ് ഉള്ള വെള്ളം കുടിച്ചാൽ അത് കുട്ടികളിൽ ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കാൻ, എസ്പെഷ്യലി ഇൻഫന്റ്സില് ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാക്കാൻ കാരണമാകും എന്നും ഈ എഡിറ്റോറിയലിന്റെ അകത്ത് പറയുന്നുണ്ട്. ഇതിനേക്കാളും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതല്ല, ഈ ഗ്രൗണ്ട് വാട്ടറിലുള്ള ഈ പറഞ്ഞ നൈട്രേറ്റിന്റെ പ്രസൻസ് നമ്മൾ ലേക്സിലെയും പോൺസിലേക്ക്, നമ്മളുടെ തടാകങ്ങളിലെയും കുളങ്ങളിലേക്ക്, വെള്ളത്തിലേക്ക് കൂടുതലായിട്ട് കലരാൻ തുടങ്ങിയാൽ ഈ നൈട്രേറ്റ്, അത് ആൽഗയുടെ ബ്ലൂമിങ്ങിന്, ആൽഗയുടെ ബ്ലൂമിങ്ങിന് കാരണമാവും. അത് നമ്മളുടെ അക്വാറ്റിക് ഇക്കോസിസ്റ്റത്തിന് തന്നെ ബാധിക്കുകയും അതൊരു എൻവയോൺമെന്റൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ നൈട്രേറ്റിന്റെ പ്രസൻസ് കൂടുന്നത് എൻവയോൺമെന്റ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. ഹ്യൂമനിൽ എസ്പെഷ്യലി ഇൻഫന്റ്സിലൊക്കെ ഈ പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. അപ്പോ ഇന്ത്യയിലെ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഈ പ്രശ്നമുണ്ട്. ഏറ്റവും വലിയ പ്രോബ്ലംസ് കണ്ടെത്തിയിരിക്കുന്ന ഗ്രൗണ്ട് വാട്ടറിൽ രാജസ്ഥാനിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെയാണ്. ഗുജറാത്തിലും മധ്യപ്രദേശിലും ഒക്കെയും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. മെയിൻ ഇഷ്യൂസ് എല്ലാ സ്റ്റേറ്റിലും ഉണ്ടെങ്കിലും ഈ സ്റ്റേറ്റുകളിലൊക്കെയാണ് കൂടുതൽ ഇഷ്യൂ ഉള്ളത്. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ നൈട്രേറ്റിന്റെ പ്രസൻസ് കൂടിയതിനെ കുറിച്ചാണ് ഏറ്റവും വലിയ കൺസേൺ കാണിക്കുന്നതെങ്കിലും ഫ്ലൂറൈഡ് ലെവൽ വാട്ടറിൽ കൂടുന്നത് നമ്മളുടെ ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ വേറെന്തോ ഒരു കണ്ടാമിനെ കുറിച്ച്, യുറേനിയം, ഫ്ലൂറൈഡിന്റെയും യുറേനിയത്തിന്റെ പ്രസൻസും വെള്ളത്തിൽ കണ്ടെത്തിയെന്നാണ്. അപ്പോ പക്ഷെ ആകെപ്പാടെ ഒരു ഗുണം ഉള്ളതെന്ന് വെച്ചാൽ ഇന്ത്യയില് ഈ പറഞ്ഞ CGWBയുടെ ഡേറ്റ കാണിക്കുന്ന ഒരു കാര്യം, എത്രത്തോളം ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്യുന്നു അത്രത്തോളം തന്നെ റീപ്ലെനിഷ്മെന്റ് നടക്കുന്നുണ്ട്. പ്രീവിയസ്ലി ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ വാസ് വെരി ഹൈ ആൻഡ് റീപ്ലെനിഷ്മെന്റ് വാസ് വെരി ലെസ്. സോ അതൊരു വലിയ ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ബട്ട് ഡ്യൂ ടു വേരിയസ് അവയർനെസ് പ്രോഗ്രാംസ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ and by various state governments, now people are very aware about വാട്ടർ കൺസർവേഷൻ ആക്ടിവിറ്റീസും അങ്ങനെ ഗ്രൗണ്ട് വാട്ടർ റീപ്ലെനിഷ്മെന്റിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ അറിയാം. ഇപ്പൊ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ മഴക്കുഴികളെ കുഴിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അത് എല്ലാവരും ഇന്ത്യ മുഴുവനും നടപ്പാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ഈ ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്ന അനുസരിച്ച് റീപ്ലെനിഷ്മെന്റ് നടക്കണം. അതാണ് ഒരു നല്ല കാര്യം ഇത് കണ്ടത്. അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ എഡിറ്റോറിയലിന്റെ രണ്ടാമത്തെ എഡിറ്റോറിയലിന്റെ എന്താ പറയുക. ഇനി ഇന്ന് ഹിന്ദുവിൽ 2 ആർട്ടിക്കിൾസേ വരുള്ളൂ. ബിക്കോസ് ടുഡേ ഈസ് സാറ്റർഡേ. ഇൻ സാറ്റർഡേ ഓൺലി 2 articles will appear in the editorial page. There is no text and context page. There is no opposite editorial page. That is the peculiarity of Saturday. In Sunday also the same thing will happen. അപ്പം ഈ 2 ദിവസം ഇങ്ങനെ കൂടുതൽ ആർട്ടിക്കിൾസ് ഒന്നും കാണാതെ. ഇതിൽ നമുക്ക്
ഏതെങ്കിലും രീതിയിൽ ഒരു ഡിസ്കഷൻ അർഹിക്കുന്ന ടോപ്പിക്, അർഹിക്കുന്നതല്ല ആക്ച്വലി, ഇന്ത്യ ക്രോസ് ബോർഡർ ഇൻസോൾവൻസി ആൻഡ് ലീഗൽ റിഫോം എന്ന് പറയുന്ന ആർട്ടിക്കിളും അർഹിക്കുന്നതായിരിക്കും അവർ, പക്ഷെ അത് ലീഗൽ ആസ്പെക്ട്സിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഡെപ്ത് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഫസ്റ്റ് ആർട്ടിക്കിൾ ദ ലൂമിംഗ് ത്രെറ്റ് ടു ഫെഡറലിസം ആൻഡ് ഡെമോക്രാറ്റിക് ടെനൻസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു വിഷയമാണല്ലോ ഇപ്പൊ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. വൺ നേഷൻ വൺ ഇലക്ഷൻ. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ വേരിയസ് സ്റ്റേറ്റ്സ് ഗവൺമെന്റ് ഇലക്ഷൻ വിൽ ബി സൈമുൾട്ടേനിയസ്ലി കണ്ടക്ട് വിത്ത് ലോക്സഭ ഇലക്ഷൻ. ഒപ്പം ഈ ലോക്കൽ ബോഡീസ് ഇലക്ഷനും ഇതിനോടൊപ്പം തന്നെ നടത്തും. ഇതിനു വേണ്ടിയിട്ടാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നൊരു പ്രൊപ്പോസൽ കൊണ്ടുവരുന്നത്. ലോക്സഭയിൽ ഇപ്പോ അതിനുവേണ്ടിയുള്ള ബില്ല് അവതരിപ്പിച്ചു. വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷനൊപ്പം നടത്താനും അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി, പുതുച്ചേരി ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ അവരുടെ ഇലക്ഷനും ലോക്സഭ ഇലക്ഷനൊപ്പം നടത്താൻ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ആക്ച്വലി വൺ നേഷൻ വൺ ഇലക്ഷനെ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് കാലം കൂടുതൽ സമയം ചെലവഴിച്ചേക്കുന്നത് ഇന്ത്യയിൽ പലപ്പോഴും ആർട്ടിക്കിൾ 356 മിസ്യൂസ് നടന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 356 മോർ ദാൻ 130 ടൈംസ് അങ്ങാണ്ട് ഇന്ത്യയിലെ പല സ്റ്റേറ്റ് ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് തുടങ്ങിയത് 1959 EMS നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ജവഹർലാൽ നെഹ്റു പിരിച്ചുവിട്ടുകൊണ്ടാണ്. പിന്നെ അത് കണ്ടിന്യൂസ്ലി ഇറ്റ് വാസ് used as a political tool to intimidate opposition rule states, especially Indira Gandhi, the Congress chief minister, specialized in such kind of a threat against states. അപ്പം അവരുടെ സ്ട്രോങ് ആം ടാക്ടിക്സ് ഉപയോഗിച്ച് അവരുടെ ഗവർണേഴ്സിനൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് ഓപ്പോസിഷൻ റൂൾ സ്റ്റേറ്റ്സിനെ പിരിച്ചുവിട്ടിട്ടുണ്ട്. നരേന്ദ്രമോദി ഗവൺമെന്റ് പിരിച്ചുവിട്ടില്ലെന്നല്ല, അവര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉത്തരാഖണ്ഡ് ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് പിരിച്ചുവിട്ടിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് അരുണാചൽ പ്രദേശിൽ അങ്ങനെ ഏതോ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ. ബട്ട് സ്റ്റിൽ ആസ് കമ്പയർഡ് ടു ദ പ്രീവിയസ് കോൺഗ്രസ് റെജിംസ്, ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് dissolved by Modi government using the Article 356 is very less. പക്ഷെ മോഡി ഗവൺമെന്റ് അല്ലാതെ പിരിച്ചുവിടുന്നത് പ്രസിഡന്റ് ആണ് പിരിച്ചുവിടുന്നത്. പക്ഷെ ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഫ്രം ദ ഗവൺമെന്റ് ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഫോഴ്സിന്റെ ബേസിലായിരിക്കും അത് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് ഇന്ത്യയിലെ വേരിയസ് ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടതാണ് മെയിൻ റീസൺ ഇന്ത്യയിലെ ലോക്സഭ ഇലക്ഷനും സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഇലക്ഷനും പല ടൈമിലായി പോവാൻ. In the beginning, it was not like that. In the beginning, there was one nation, one election for around 2 decades. അല്ലേ, around 1966-67 ആ കാലഘട്ടം വരെ ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ ഇന്ത്യൻ ലോക്സഭയിലെ ഇലക്ഷൻ ഒരുമിച്ച് നടന്നത്. ബട്ട് ആഫ്റ്റർ ദാറ്റ്, ഡ്യൂ ടു ദ dissolution of various legislative assemblies using Article 356, ഈ പറഞ്ഞ സ്റ്റേറ്റ് ഇലക്ഷൻസ് പലതും ലോക്സഭ ഇലക്ഷനിൽ നിന്ന് മാറാൻ തുടങ്ങി. ഓക്കെ, പിന്നെ എന്ത് നടന്നു? പിന്നെ നടന്ന പല ഗവൺമെന്റുകൾ സ്വയം താഴെ പോകാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് സ്വയം താഴെ പോകാൻ തുടങ്ങി? എന്താണ്? ഡിഫെക്ഷൻസ്, ഹോഴ്സ് ട്രേഡിംഗ്. ഡിഫെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹോഴ്സ് ട്രേഡിംഗ് നടത്തും. ദാറ്റ് വാസ് ദ കൈൻഡ് ഓഫ് പൊളിറ്റിക്സ് പ്ലേഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ 70s, 80s and 90s. Even now also that kind of politics is being played in various places of India. In that case, main culprit is BJP, the ruling party of India right now. അവര് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഡിഫെക്ഷൻസ് എഞ്ചിനീയർ ചെയ്യാറുണ്ട്. അപ്പം അതിനെ തടയാൻ there is anti-defection law, 52nd amendment of Indian Constitution, 52nd amendment of Indian Constitution, that was happened in 1985. That added one schedule to Indian Constitution, that is 10th schedule. 10th schedule of Indian Constitution deals with the anti-defection law that is made possible through 52nd amendment of Indian Constitution. That is made possible through 52nd amendment of Indian Constitution. But 52ാം ഭരണഘടനാ ഭേദഗതി വഴി 10th ഷെഡ്യൂൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്ത് ഈ പറഞ്ഞ ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്നെങ്കിലും ദാറ്റ് ആന്റി ഡിഫെക്ഷൻ ലോ ഇസ് എ ടൂത്ത്ലെസ് തിങ് ഇൻ ഇന്ത്യ ബിക്കോസ് ഓഫ് ദ വേരിയസ് എന്താ പറയുക മെഷേഴ്സ് ഈ പൊളിറ്റീഷ്യൻസ് എംപ്ലോയ് ചെയ്യാൻ പറ്റും ഇപ്പോഴും ആന്റി ഡിഫെക്ഷൻ ലോയിലെ പ്രൊവിഷൻസിനെ ഓവർകം ചെയ്യാൻ. അല്ല, ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്പീക്കർമാരാണ് ഇത് ഈ ഡിഫെക്ട് ചെയ്യുന്ന ലീഡേഴ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടത്.
ഒരു പാർട്ടിയിൽ ഇലക്ട് ചെയ്യപ്പെട്ടിട്ട് വേറൊരു പാർട്ടിയിലേക്ക് അവരുടെ പൈസയോ അല്ലെങ്കിൽ അവർ തരുന്ന എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ മോഹിച്ചിട്ട് ഡിഫക്ട് ചെയ്യുന്ന ആൾക്കാരെ ഡിസ്ക്വാളിഫൈ ചെയ്യാനാണ് ഈ പ്രൊവിഷൻ ഉള്ളത്. ദാറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഹാസ് ടു ബി ഡൺ ബൈ ദ Speaker of Lok Sabha or Speaker of various legislative assemblies, but there is no time frame for decision making by the Speaker regarding the disqualification of that member who defected to another party. So there is no time limit for decision by the Speaker. ഈ പറഞ്ഞ ഡിസ്ക്വാളിഫിക്കേഷൻ പ്രോസസ്. അപ്പൊ സ്പീക്കർ എന്ത് ചെയ്യും? ചുമ്മാ ഡിലേ ചെയ്തുകൊണ്ട് പോകും. അപ്പോഴത്തെ മിക്കവാറും ആ സഭയുടെ കാലാവധി കഴിയും. അപ്പൊ ഡിഫക്ട് ചെയ്യാൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ പ്രോബ്ലംസ് with the anti-defection law of India. 52nd Amendment Act വഴി വന്ന anti-defection law 1985. അതിൻ്റെ ഒരു പ്രോബ്ലം അതാണ്. രണ്ടാമത്തെ പ്രോബ്ലം, കുറേ നമ്പർ 2/3 മെമ്പേഴ്സുമായിട്ട് പിന്നെ ഡിഫക്ട് ചെയ്താൽ അവർ ആന്റി ഡിഫെക്ഷൻ ലോയുടെ പരിധിയിൽ വരികയും ചെയ്യത്തില്ല. അപ്പൊ അവർക്ക് വേണമെങ്കിൽ വലിയൊരു ലീഡർ മറ്റൊരു പാർട്ടിയിലേക്ക് ഡിഫക്ട് ചെയ്താൽ അവന്റെ കൂടെയുള്ള എല്ലാവരെയും കൊണ്ടങ്ങ് പോയാൽ മതി. സോ ഇഫ് ഹി ക്യാൻ എഞ്ചിനീയർ ഡിഫെക്ഷൻ യൂസിങ് 2/3 of MLAs or MPs, he can easily escape the provisions of anti-defection law 1985. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പം അങ്ങനെ കുറെ പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാതെ ഈ പറഞ്ഞ സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ ആർട്ടിക്കിൾ 356ന്റെ ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് വഴി സ്റ്റേറ്റ് ഗവൺമെന്റുകളെ പിരിച്ചുവിടുന്ന പ്രോബ്ലം, അതുപോലെ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്ന സംഭവത്തിനെ ടൂത്ത്ലെസ് ആക്കിക്കൊണ്ട് അതിലെ ഡെഫിഷ്യൻസീസ് നിലനിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഡിഫെക്ഷൻസ് വഴിയും ഗവൺമെന്റുകൾ താഴെ പോകാനുള്ള സാധ്യതകൾ, ഇതെല്ലാം അഡ്രസ് ചെയ്യാതെ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നൊരു സംഭവം കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും വീണ്ടും ഇലക്ഷൻസ് റെസ്റ്റ് ഓഫ് ദ ടൈമിന് മാത്രം നടത്തേണ്ടി വരും. റെസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞാൽ 3 വർഷമായപ്പോഴത്തേക്ക് ഗവൺമെന്റ് താഴെ പോയെന്ന് കരുതിക്കുക, ബിക്കോസ് ഓഫ് ഡിഫെക്ഷൻ അല്ലെങ്കിൽ പിരിച്ചുവിട്ടതുകൊണ്ട്, അങ്ങനെയെങ്കിലും ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ 2 വർഷമല്ലേ ഉള്ളൂ പിന്നെ വരുന്ന ഗവൺമെന്റിന്റെ കാലാവധി. എന്നാലല്ലേ ഈ ലോക്സഭ ഇലക്ഷൻ ഒപ്പം നടത്താൻ പറ്റൂ. അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന കാരണം ഇത് ഫെഡറലിസത്തിന് പിന്നീട് തടയുന്നു. സ്റ്റേറ്റുകളിൽ ഇപ്പൊ ഒരു ഗവൺമെന്റ് താഴെ പോയാൽ പിന്നെയുള്ള ടൈം 2.5 വർഷം അല്ലെങ്കിൽ പിന്നെ വരുന്ന ഗവൺമെന്റ് 2.5 വർഷ കാലാവധിയെ കാണുള്ളൂ. എന്നാലേ ഈ അലൈൻ ചെയ്ത് പോകാൻ പറ്റൂ. അപ്പൊ ഇത് ഫെഡറലിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്, സ്റ്റേറ്റുകളുടെ പവേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്, സ്റ്റേറ്റുകളുടെ താല്പര്യത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. ദാറ്റ് ഈസ് ദ ആർഗ്യുമെന്റ് പുട്ട് ഫോർവേഡഡ് ബൈ critics of this one nation one election theory of government of India. അപ്പം ഇതിലും അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കണ്ടൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വായിച്ചു നോക്കാം. അപ്പൊ ഇതെല്ലാം വേറെ ഇവിടെ ഒന്നും പറയാനില്ല. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പം ഈ NGOs ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിൽ NGO ആയിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം വന്നാലും FCRA ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. വാട്ട് ഈസ് FCRA ലൈസൻസ്? FCRA ലൈസൻസ് ഈസ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ലൈസൻസ്. What is FCRA license? Foreign Contribution Regulation Act license. You all know NGOs are doing various kinds of activities inside India. Non-governmental organizations are doing various kinds of activities inside India. For that they need money. Many of the NGOs are receiving money through foreign donations. If they want to get foreign donation, then they have to go for FCRA license, Foreign Contribution Regulation Act license, FCRA license. If they are having FCRA license, then only they can receive money from foreign entities as donation. But Government of India is now strictly scrutinizing FCRA licenses. They are not renewing FCRA licenses for many NGOs. That is the problem. And MHA is dealing with this FCRA license and NGOs. MHA means Ministry of Home Affairs. Who is the Home Minister of India? Amit Shah. He is dealing with all these issues because he is the Home Minister of India. MHA is issuing FCRA license and MHA is responsible for dealing with the NGOs, Ministry of Home Affairs. പിന്നെ താഴോട്ട് വരുമ്പോൾ വേറെ ഒന്നും പറയാനില്ല, ആ ഒരു കാര്യമാണ്. നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇന്ത്യ pledges support to Maldives to help it navigate economic issues. ഇത് ഇപ്പം ഇന്ത്യൻ Maldives foreign minister is visiting India and Jaishankar, India's foreign minister, reiterated India's support to Maldives in almost all spheres of development. And Maldives is facing a severe foreign exchange problem, severe economic crisis associated with that foreign exchange problem. To mitigate that issue, India is extending help to Maldives. India
once again assured Maldives that India will stand with them for navigating this economic issue. ഈ ഒരു സമയത്ത് തന്നെയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പത്രത്തിന്റെ റിപ്പോർട്ട് വന്നേക്കുന്നത്. മാൽദീവ്സിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആണ്. മുഹമ്മദ് മൊയ്സു is anti-Indian, that we all know, but recently he toned down his rhetoric against India and Indian Prime Minister Narendra Modi. He recently visited India also. So ഇപ്പൊ അദ്ദേഹം ഒരു ആന്റി ഇന്ത്യ സ്റ്റാൻഡ് കാണിക്കുന്നില്ല. പക്ഷെ വാഷിംഗ്ടൺ പോസ്റ്റ് പത്രത്തിൽ റിപ്പോർട്ട് വന്ന് ഇന്ത്യ അവിടുത്തെ ഒപ്പോസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ മൊയ്സുവിനെ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ. അത് വന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അന്ന് വേണ്ട പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇന്ത്യയിലൊരു ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റൂൾസ് വരാൻ പോയാണ്. ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റൂൾസ്, DPDP റൂൾസ് എന്ന് പറയും. അത് വരാൻ പോയാണ്. ഓൾറെഡി അതിന്റെ ആക്ട് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. അതായത് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. പക്ഷേ ഈ ആക്ടിനെ ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ? ആക്ട് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതിയാ? ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 എന്നൊരു ആക്ട് ഉണ്ട്. അത് ഇന്ത്യയിൽ നടപ്പാവണമെങ്കിൽ ഇതിനുള്ള റൂൾസ് ഉണ്ടാക്കണം. ആ റൂൾസിനെയാണ് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റൂൾസ് എന്ന് പറയുന്നത്. അതിന്റെ ഡ്രാഫ്റ്റ് ഇപ്പം വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. ഓക്കെ, പിന്നെ ഇത് പഠിക്കണം മസ്റ്റ് ആയിട്ട്. DGCയുടെ പുതിയ ചീഫ്. DGCA മീൻസ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. Director General of Civil Aviation is the body responsible for the civil aviation safety of India. Civil aviation safety of India is the responsibility. വിമാനങ്ങളുടെ സേഫ്റ്റി, എയർപോർട്ടുകളുടെ സേഫ്റ്റി, that is a civil aviation safety. Civil aviation safety is the responsibility of DGCA, Directorate General of Civil Aviation, and its head is Director General of Civil Aviation. New DGCA is Faiz Ahmed Kidwai. Faiz Ahmed Kidwai. Faiz Ahmed Kidwai is the new DGCA, Director General of Civil Aviation. Next പേജിൽ പോകുമ്പോ PM സൂര്യഘർ സ്കീം എന്നൊക്കെ ഇവിടെ കാണാം. PM സൂര്യഘർ സ്കീം ഞാൻ മുമ്പ് പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. PM സൂര്യഘർ സ്കീം അതായത് നമ്മുടെ വീടിന്റെ മുകളില് റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിച്ചു തരുന്ന ഒരു സ്കീമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അത് പെർ മന്ത് ഒരു ലിമിറ്റ് ഉണ്ട്. അത്രയും പവറെ നമ്മൾ കൺസ്യൂം ചെയ്യാവുള്ളൂ. എന്നാലും നമുക്കത് ആ സ്കീമിന്റെ ഭാഗമാകാൻ പറ്റും. അത് എത്ര നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മളെ വീട് എല്ലാ മാസവും അത്ര പവറെ കൺസ്യൂം ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ താഴെ പവർ കൺസ്യൂം ചെയ്യുന്ന വീടാണെങ്കിൽ നമുക്ക് PM സൂര്യഘർ യോജനയുടെ അണ്ടറിൽ വൻ സബ്സിഡിയിൽ നമ്മളുടെ വീടിന്റെ മുകളിൽ സോളാർ റൂഫ് ടോപ്പ് സ്ഥാപിക്കാം. അപ്പൊ അതുവഴി നമുക്ക് കറണ്ട് ചാർജ് പിന്നെ ഓൾമോസ്റ്റ് ഇല്ലാതാവും. ആ സോളാർ ഉപയോഗിച്ചാൽ നമുക്ക് വീട് വല്ല ഇലക്ട്രിസിറ്റി പ്രവർത്തിപ്പിക്കാൻ പറ്റുമല്ലോ, എക്യുപ്മെന്റ്സും ഒക്കെ. അപ്പൊ അതിനുവേണ്ടിയുള്ള സ്കീമാണ് PM സൂര്യഘർ യോജന. നോക്കിക്കോളൂ നിങ്ങൾ. പിന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻസ് ഇറങ്ങാൻ പോയാണ്. അതിന്റെ ഹയസ്റ്റ് സ്പീഡ് 180 km/h ആണ്. അത് ഇന്നലെ പരീക്ഷണങ്ങളിൽ 180 km/h അച്ചീവ് ചെയ്തൊരു ന്യൂസ് ആണ്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻസ് ഉടനെ ഇറങ്ങും. ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ആണ് വന്ദേ ഭാരത് ട്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ടാറ്റ പ്ലാൻ ടു മേക്ക് ചിപ്സ് ബൈ 2026. IC ഇന്റഗ്രേറ്റഡ് ചിപ്പ് വളരെ ക്രൂഷ്യലാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും, എസ്പെഷ്യലി ഫോർ ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് countries. India is a industrially developing country, so it is very crucial for India also the chips, ICs, integrated chips. So Tata, not only Tata, many other companies are also starting chip manufacturing plants in various parts of India, in Gujarat, in Karnataka, in Tamil Nadu, in Assam. So the biggest integrated chip plant is coming in Assam. ആസാമിലെ സ്ഥലത്തിന്റെ പേര് നോക്കിക്കോളണം. സ്ഥലത്തിന്റെ പേര് ഇതിലുണ്ടോ എന്തോ. ആസാമിലാണ് ബിഗ്ഗസ്റ്റ് ചിപ്പ് പ്ലാന്റ് വരുന്നത്. ദാറ്റ് ഈസ് ബീങ് കൺസ്ട്രക്റ്റഡ് ബൈ ടാറ്റ. ടാറ്റാസ് ആണ് ഇന്ത്യയിലെ. ടാറ്റ എന്ന് പറയുന്ന കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻട്രൊഡക്ഷൻ വേണ്ടാത്ത കമ്പനിയാണ്. അവരാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചിപ്പ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആസാമിൽ സ്റ്റാർട്ട് ചെയ്ത് 2026 ഇന്ത്യയിൽ ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പ് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പ്. ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയിട്ട് ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പ് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങാൻ പോണത്. അത് ടാറ്റയാണ് ഇറക്കാൻ പോണത് ആസാമിൽ നിന്ന്. ലോകത്തിലെ പല രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്യുന്നു പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ വേൾഡ് പേജിൽ എന്നത്തെ ന്യൂസുകൾ തന്നെ. സൗത്ത് കൊറിയയിലെ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, അതെപ്പോഴും പറഞ്ഞതാണ്. ഇസ്രായേലിന്റെ അറ്റാക്ക് അഗെയിൻസ്റ്റ് ഗാസ. പിന്നെ ബംഗ്ലാദേശിൽ ഇഷ്യൂ ഒന്നുമില്ല.
ബാക്കി അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളുണ്ട്, അത് എപ്പോഴും പറയുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ പരാജയങ്ങളുടെ കഥകൾ ക്രിക്കറ്റിൽ ഇന്നലെ പുതിയൊരു മാച്ച് തുടങ്ങിയിട്ടുണ്ട്, അതിനെ കുറിച്ചുള്ള ന്യൂസ്. പിന്നെ സ്പോർട്സിൽ വിജയ് ഹസാരെ ട്രോഫി, ഇന്ത്യസ് ഡൊമസ്റ്റിക് വൺ ഡേ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ്, അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. വിജയ് ഹസാരെ ട്രോഫി ഇസ് ദ ഡൊമസ്റ്റിക് വൺ ഡേ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ഇന്ത്യ. അത് മാത്രമാണ് സ്പോർട്സിൽ എന്ന് പറയാനുള്ളത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.